ജാമ്പവാന്റെ കാലത്തുള്ള കാറുകളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നേരിൽ കാണാൻ ദൈവം ഒരു അവസരം തന്നു കേട്ടോ. ഇതൊന്നും നേരിൽ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാ വിചാരിച്ചുകൊണ്ടിരുന്നേ. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കൊതിയോടെ നോക്കി നിൽക്കില്ല, ഇങ്ങനത്തെയും കാറുകൾ ഉണ്ടോ എന്ന്. അതുപോലത്തെ കുറേ കാറുകൾ കാണാൻ പറ്റിട്ടോ. ഇന്നിവിടെ കാർ ഷോ ആയിരുന്നേ. പക്ഷെ നമ്മൾ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറേ കാറുകളൊക്കെ നമുക്ക് മിസ്സായിരുന്നു കേട്ടോ. അതാ നമ്മൾ സിനിമയിലൊക്കെ പണ്ട് മൂട്ടക്കാർന്ന് വിളിച്ചുകൊണ്ടിരുന്ന പോലത്തെ കാർ വരെ കാണാൻ പറ്റി. ഒപ്പം വോക്സ് വാഗന്റെ പഴയ വാനും ഒക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയതാ ഈ ഒരു ജീപ്പായിരുന്നേ. അതിന്റെ റൂഫ് ടോപ്പ് കവറും അതിന്റെ ഫ്രണ്ടിലത്തെ ആ എഞ്ചിനും കാര്യങ്ങളും എല്ലാം അടിപൊളി സംഭവമായിരുന്നു. ഇതുപോലത്തെയൊക്കെ കാറുകളിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അതിലും വലിയ സംഭവം അല്ലേ. പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറുകൾ പോലെ ഇല്ലേ കാണുമ്പോൾ. കാര്യമെല്ലാം തുരുമ്പെടുത്ത് പോയെങ്കിലും ആ പുള്ളി അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സ്പൈഡർ ഉണ്ട്. അതൊരു സ്പെഷ്യൽ സ്പൈഡർ ആണ്. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അതിക്ക് മുന്നേതാ ഇതിന്റെ അകം ഒന്ന് കണ്ടാലോ. ഇതിന്റെ സ്റ്റിയറിംഗ് വീലും അതിരിക്കുന്ന സീറ്റും ഒക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. ഭയങ്കര വെൽവെറ്റ് മെയ്ഡാണ്. ഈ ഒരു ട്രക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 2 ആനക്കൊമ്പ് പോലത്തെ കൊമ്പുണ്ട് കേട്ടോ. എന്തിന്റെ കൊമ്പാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ സ്പൈഡറും. ആ സ്പൈഡറിന്റെ സ്പെഷ്യാലിറ്റി കണ്ടാലോ ഇനി. അവിടെ കൂടി നിന്നവരും നമ്മളും ചെക്ക് ചെയ്തത് ഈ സ്പൈഡറിന്റെ സെൻസർ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നായിരുന്നു കേട്ടോ. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനകത്തൊരു ക്ലോക്ക് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ക്ലോക്ക് എവിടെയാണെന്നുള്ളത്? ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ അപ്പുറത്ത് മാറി നിന്ന് ചിരിക്കുന്നതായിരുന്നു കേട്ടോ. ഞങ്ങളോട് മാത്രമായിട്ട് പുള്ളി ഒരു രഹസ്യം പറഞ്ഞു. പുള്ളി ആ കീ ഞെക്കുമ്പോഴാണ് ആ സ്പൈഡർ ഓപ്പൺ അപ്പ് ആവുന്നതെന്നുള്ളത്. പുള്ളി എല്ലാവരും സെൻസർ തപ്പുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അപ്പൊ എന്തായാലും ഇനി നാളെ കാണാമല്ലേ. ബൈ.